ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എ സജീവൻ നമ്മളോടൊപ്പം ചേരുകയാണ്. സജീവൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും വിശകലനങ്ങളുടെ സമയമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ആ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ഒക്കെ തന്നെ അവിടെ ഇരിക്കെ വിശകലനങ്ങളുടെ സമയം ആരംഭിക്കാൻ പോവുകയാണ്. വോട്ടെണ്ണൽ തുടങ്ങാനിരിക്കുന്ന ഈ മണിക്കൂറിൽ എന്താണ് ഒരു ജനങ്ങൾക്കൊരു അപ്ഡേറ്റ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്, സജീവന് നൽകാനുള്ളത്? തുടർച്ചയായി സജീവൻ ഇതിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്ന മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. നിലമ്പൂർ അതിൻ്റെ വോട്ട് എണ്ണിത്തുടങ്ങുന്ന ആ വേളയിൽ എന്താണ് സജീവന് പറയാനുള്ളത്? NPC സാധാരണഗതിയിൽ ഒരു പ്രാധാന്യവും ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു ഉപതെരഞ്ഞെടുപ്പാണിത്. കാരണം വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രം ഒരാൾ ജയിച്ച ആൾക്ക് MLA ആയിട്ട് ഇരിക്കാൻ കഴിയും. ഈ സംസ്ഥാനത്തെ ഭരണത്തെ ഒരു തരത്തിലും ബാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. പക്ഷെ അതല്ല, എല്ലാ മുന്നണികൾക്കും എല്ലാ പാർട്ടികൾക്കും വളരെ ഉദ്വേഗം ഉണ്ടാക്കുന്ന, നിലമ്പൂരിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രം വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് മാറിയിട്ടുണ്ട്. അതിന് കാരണം നിലമ്പൂരിൽ കാണുന്ന ഈ അദൃശ്യമായിട്ടുള്ള പല അടിയൊഴുക്കുകളുമാണ്. ആ അടിയൊഴുക്കുകൾ നമ്മൾ കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്കായിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് കഴിഞ്ഞ ദിവസം കൈരളി തന്നെ പുറത്തുവിട്ടില്ലേ BJP സ്ഥാനാർത്ഥിയുടെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് BJPയുടെ വോട്ടുകൾ UDFന് പോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്ന അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ തരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അൻവറിന്റെ മൗനം, അൻവർ ഇതുവരെ നടത്തിയുള്ള പ്രതികരണങ്ങൾ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നീട് നടക്കുന്ന പ്രതികരണങ്ങൾ, ഇത്തരം കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ അപ്പുറത്താണ് നിലമ്പൂരിലുള്ള ജനങ്ങളുടെ മനസ്സ്. അവര് ഇതെല്ലാം കൂടി ഈ തങ്ങളുടെ മുന്നിൽ കിട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, തങ്ങളുടെ മുന്നിൽ ഓരോ സ്ഥാനാർത്ഥിയും ഓരോ പാർട്ടിയും ഓരോ മുന്നണിയും വെച്ചിട്ടുള്ള കാരണങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് തങ്ങൾ ഇതിനെ നേരിടുന്നത്, തങ്ങളുടെ നിലപാട് എന്താണ്, തങ്ങൾ എന്തുകൊണ്ടാണ് എതിരാളിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സിലുണ്ട്. അവരത് കൂട്ടിക്കിട്ടുകൊണ്ട് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കും. നമുക്കറിയാം, ഇത് UDF ഏതാണ്ട് UDFന്റെ എന്ന് പറയാവുന്ന മണ്ഡലം ആണെന്നുള്ള കാര്യം. പക്ഷെ ഈ പല ഘട്ടങ്ങളിലും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് UDFന്റെ ഈ മണ്ഡലം മറിഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് തവണയുള്ള കാര്യം തന്നെ എടുത്താല്, കഴിഞ്ഞ 2 തവണ അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പുറത്തേക്ക് വരുന്നതോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് അത് LDFന്റെ മണ്ഡലമായിട്ട് മാറുന്നു. ഇപ്പൊ കുറച്ചു കാലമായിട്ട് സർക്കാർ ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് LDF മത്സരിക്കുന്നത്. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ളത് സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത, അതെല്ലാവരും പറയുന്നതാണ്. സ്വരാജ് എന്ന സ്ഥാനാർത്ഥി സാധാരണ പാലക്കാട് സരിനെ നിർത്തിയപ്പോൾ അവിടെ ആരോപണങ്ങളുടെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. കോൺഗ്രസിൽ നിന്ന് ചാടിച്ചു വന്ന, കാലുമാറിയിട്ടുള്ള, അല്ലെങ്കിൽ നേരത്തെ LDFനെതിരെ അതിരൂക്ഷമായിട്ട് പ്രതികരിച്ച എന്നൊക്കെ പറഞ്ഞ കുറെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ സ്വരാജിനെ കുറിച്ച് പറയാനില്ല, മറ്റെവിടെ നിന്നും കൊണ്ടുവന്ന സ്ഥാനാർത്ഥി എന്ന് പറയാനില്ല. അപ്പൊ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സ്വരാജിന്റെ സാന്നിധ്യം നമ്മൾ നേരിയ ഒരു UDF മണ്ഡലം എന്ന് പറയുന്ന ഈ നിലമ്പൂരിനെ അതല്ലാതാക്കി കൃത്യമായിട്ട് പോരാട്ടത്തിലേക്ക് വന്നു. അതിനിടയിലാണ് മറ്റു ചില അടിയൊഴുക്കുകളും കാരണങ്ങളും ഒക്കെ ഉള്ളത്. അത് പല ഭാഗത്തേക്കും ഉണ്ട് എന്ന് പല മുന്നണികളും പല പാർട്ടികളും സ്ഥാനാർത്ഥികളും ഒക്കെ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഓരോരുത്തരും ഈ പെട്ടി തുറക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞില്ലേ, പെട്ടി തുറക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ആളുകളും കാത്തിരിക്കുന്നത്. കൃത്യമായിട്ട് നമുക്ക് അസന്നിഗ്ധമായിട്ട് പറയാൻ പറ്റുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. സജീവൻ, തിരിച്ചു വരാം.